നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം ഒരു താൽക്കാലിക ഇടവേളയിൽ എത്തിയെങ്കിലും അതിനെ സമാധാനത്തിന്റെ തുടക്കമായി കാണാൻ കഴിയില്ല. പുറത്തേക്ക് വെടിനിർത്തൽ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിൽ യുദ്ധത്തിന്റെ ഗതിയെ നിർത്തിയിട്ടില്ല, മറിച്ച് അതിനെ കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്ക് തള്ളിയിരിക്കുകയാണ്. പ്രഖ്യാപനങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്താവനകൾക്കും ഇടയിൽ യഥാർത്ഥ ഭൂമിശാസ്ത്ര രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. 2 ആഴ്ച നീളുന്ന ഈ ഉടമ്പടിയിൽ വ്യക്തതയില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏത് മേഖലകൾക്ക് ഇത് ബാധകമാണ്, ഏത് സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കപ്പെടും, ഏത് ആക്രമണങ്ങൾ തുടരുമെന്നതിൽ വ്യക്തമായ മാർഗരേഖകളില്ല. പ്രത്യേകിച്ച് ലെബനൻ പോലുള്ള മേഖലകളിൽ തുടരുന്ന ആക്രമണങ്ങൾ ഈ ധാരണയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതിനാൽ ഇത് സമാധാനത്തിനുള്ള ഒരു സത്യസന്ധ ശ്രമം എന്ന് വിലയിരുത്താൻ കഴിയില്ല, മറിച്ച് രാഷ്ട്രീയവും സൈനികവുമായ തന്ത്രപരമായ ഒരു ഇടവേള മാത്രമാണെന്ന സംശയം ശക്തമാവുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ആരംഭിച്ച പ്രകോപനരഹിതമായ യുദ്ധം ഇപ്പോൾ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു ഇടവേളയിൽ എത്തി നിൽക്കുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ കണ്ടത് യഥാർത്ഥ വെടിനിർത്തലല്ല, ഇനിയും വ്യക്തതയില്ലാത്ത 2 ആഴ്ചത്തെ ഈ ഉടമ്പടി ഭാഗികവും അസ്ഥിരവുമാണ്. പ്രത്യേകിച്ച് ലെബനനിൽ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ഇനിയും തുടരുമെന്ന പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ അവസ്ഥയെ സമാധാനമെന്ന് കരുതാനാവില്ല. സമ്മർദ്ദങ്ങളും യുദ്ധം വ്യാപിക്കുമെന്ന ഭീതിയും ആഗോള സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളും രൂപപ്പെടുത്തിയ അസ്വസ്ഥത നിറഞ്ഞ ഒരു ചെറിയ ഇടവേളയിലുണ്ടായ താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഈ താൽക്കാലിക ഉടമ്പടി നിലനിൽക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. നിലവിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഉത്തരം. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ തുടരുന്ന ചർച്ചകൾ മറ്റൊരു ഇടവേള മാത്രമായിരിക്കും. നേരത്തെ ഒമാൻ തുടങ്ങി വെച്ച ചർച്ചകളെ അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടങ്ങിയത്. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയുടെ മൗലിക കാരണങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം, സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്നുള്ള മോചനം, തന്ത്രപരമായ സ്വയംഭരണം എന്നിവയിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ചർച്ചകളിലൂടെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ചെറിയ തർക്കങ്ങളല്ല ഇതെല്ലാം. യുദ്ധം വളരെ സങ്കീർണമായ ഒരു ഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ വ്യക്തമായ ഒരു വിജയിയില്ല. ഇറാനെ ദുർബലപ്പെടുത്തുക, അവരുടെ ആണവ പദ്ധതികൾ തകർക്കുക, ഒരു ഭരണമാറ്റം തന്നെ കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അമേരിക്കയും ഇസ്രായേലും രംഗത്തിറങ്ങിയത്. എന്നാൽ ഇതിലൊന്നും അവർ വിജയിച്ചില്ല. കുറേയേറെ നേതാക്കളെ വധിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ രാഷ്ട്രീയ സംവിധാനം ഇപ്പോഴും സുരക്ഷിതമാണ്. അവരുടെ സൈനിക ശേഷി തകർന്നിട്ടില്ല. ആണവ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുന്നു. അതേസമയം ഇറാന് വിജയം ആഘോഷിക്കാനും കഴിയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വൻ നാശനഷ്ടങ്ങളാണ് ഇറാൻ നേരിട്ടത്. എങ്കിലും കനത്ത ആക്രമണങ്ങളെ അതിജീവിച്ചത് ചർച്ചകളിൽ ഇറാന്റെ ഭൗമരാഷ്ട്രീയ പദവി ശക്തമാക്കിയിട്ടുണ്ട്. തോൽപ്പിക്കപ്പെട്ട ഒരു രാജ്യമെന്ന നിലയിലല്ല, മറിച്ച് പൊരുതി നിന്ന ഒരു രാജ്യമെന്ന നിലയിലാണ് ഇറാൻ ഇനി ചർച്ചകളിൽ പങ്കെടുക്കുക. ആഗോളതലത്തിലുണ്ടായ പ്രത്യാഘാതങ്ങളും ഗൗരവകരമാണ്. ഹോർമൂസ് കടലിടുക്ക് തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇത് പൂർണ്ണമായും അടച്ചുപൂട്ടിയില്ലെങ്കിൽ പോലും തടസ്സമുണ്ടാകുമെന്ന ഭീതി തന്നെ എണ്ണവില വർദ്ധിപ്പിക്കാനും കപ്പൽ ഗതാഗതത്തെ ബാധിക്കാനും ആഗോള വിതരണ ശൃംഖലയെ തന്നെ തകർക്കാനും കാരണമായി. ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇതിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാൻ ഇറാൻ ശ്രമിച്ചാൽ അത് ആഗോള ഊർജ്ജ വിപണിയെ തകിടം മറിക്കുകയും ടെഹ്റാന് ദീർഘകാലാടിസ്ഥാനത്തിൽ മേൽക്കൈ നൽകുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ നിലവിലെ വെടിനിർത്തൽ താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിപണിയെ കുറച്ചുകാലത്തേക്ക് ശാന്തമാക്കിയേക്കാം. എന്നാൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇരുപക്ഷവും തയ്യാറാകാത്തിടത്തോളം കാലം ശാശ്വതമായ സമാധാനം സാധ്യമല്ല. ഇതൊരു നിശബ്ദതയുടെ മറവിൽ നടക്കുന്ന പുതിയ നീക്കങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഘട്ടമാണോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം എന്ന് പറയാം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആത്മാർത്ഥതയ്ക്ക് പകരം ശക്തി സമവാക്യങ്ങൾ പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ കളിയാണ് ഇവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. ഈ സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ യഥാർത്ഥത്തിൽ സമാധാനത്തിലേക്കുള്ള പാതയല്ല, മറിച്ച് കൂടുതൽ വലുതും ഭീകരവുമായ സംഘർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഇടവേള മാത്രമാണോ എന്ന ആശങ്ക ലോകമെമ്പാടും ഉയരുകയാണ്.